എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ ഒരു ടോപ്പിക്ക് എല്ലാവരെയും പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന പേടിയോടെ കാണുന്ന ഒരു പ്രശ്നമാണ് ആർത്തവവിരാമം അല്ലെങ്കിൽ മെനോപോസ്. നമ്മൾ ഏജ് ആവുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഓവറിയുടെ ഫങ്ഷൻസ് വളരെ കുറയുകയും അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ളൊരു മന്ത്രം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ലിപ്പിഡ് പ്രൊഫൈലിനെ ബെറ്ററാക്കി വെക്കുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും വളരെ അത്ഭുതമായിട്ട് ചിന്തിക്കാം പലപ്പോഴും. എങ്ങനെയാണ് ലിപ്പിഡ് പ്രൊഫൈലും അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളും ഈ ഹോർമോൺസും തമ്മിലുള്ള ബന്ധം എന്നല്ലേ? അത് വേറൊന്നുമല്ല, നമ്മുടെ കൊളസ്ട്രോളിൽ നിന്നാണ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കുന്നതെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ കൊളസ്ട്രോൾ ലെവലിനെ നല്ല രീതിയിൽ വയ്ക്കാനായിട്ടുള്ള പോംവഴികൾ എന്ന് പറയുന്ന നല്ല ഗുഡ് ഫാറ്റ് സോഴ്സസ് എന്ന് പറയുന്ന നെയ്യ്, അവക്കാഡോ, കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ എഗ് യോൾക്ക്, നമ്മുടെ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ യെല്ലോയും ഒരുമിച്ച് കഴിക്കുക. അങ്ങനെയുള്ള നല്ല ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക. നമ്മളെല്ലാവരും പേടിയോടെ കാണുന്നതാണ്, അയ്യോ നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ. നല്ല കൊളസ്ട്രോളാണ് കൂടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ ഈ മുട്ട കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ണം വയ്ക്കും, അല്ലെങ്കിൽ അത് നമുക്ക് കഴിക്കുന്ന കൊളസ്ട്രോൾ കൂട്ടും. ഇതൊക്കെ ഉള്ള തെറ്റായ ധാരണകളെല്ലാം നമ്മൾ മാറ്റിയെടുക്കുക. നല്ല ഫാറ്റ് ഉൾപ്പെടുത്തിയാലേ ചീത്ത ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുകയുള്ളൂ എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുക. നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതും നമ്മളുടെ ഡയറ്റിൽ നിന്നല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള കൺവേർഷൻസിൽ നിന്നാണ് നല്ല ഫാറ്റും ചീത്ത ഫാറ്റും ഉണ്ടാവുന്നതെന്ന് എല്ലാവരും തിരിച്ചറിയുക. അപ്പം നമ്മളിനി രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ലെവലാണ്. ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരിൽ നമ്മൾക്ക് വൈറ്റമിൻ ഡിയുടെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ടും അവർക്ക് മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ അത് അവരുടെ ആങ്സൈറ്റിയും മൂഡ് ഡിസോർഡേഴ്സിനും കാരണമാകുന്നു. ചെറിയ പെൺകുട്ടികളിൽ നമുക്കതിനെ PCOD ആയിട്ടും പലപ്പോഴും അവരുടെ യൂട്രസ് ഇഷ്യൂസായിട്ടും നമുക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു 40+ ആയിരിക്കുന്ന എല്ലാ സ്ത്രീകളും ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ഹോർമോണൽ എസ്സേ, അതായത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ്റെ അളവ്, പ്രൊജസ്ട്രോണിൻ്റെ അളവ്, പ്രൊലാക്റ്റിൻ്റെ അളവ്, FSH, LH ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കുക. അതിൻ്റെ ഉള്ളിൽ ടെസ്റ്റോസ്റ്ററോൺ, ഇതെല്ലാം ഇതിൻ്റെ അളവ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഹോർമോണാണ് നിങ്ങൾക്കുണ്ടാക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ എന്ന് നിങ്ങൾ തിരിച്ചറിയാം. രണ്ടാമതായി വരുന്നത് വൈറ്റമിൻ ഡി. അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ലെവൽ എത്രത്തോളം ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള വിറ്റമിൻ ഡിയുടെ അളവ് നിങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് തിരിച്ചറിയാം. മൂന്നാമതായിട്ട് വരുന്നത് ഒത്തിരിയേറെ വയറിൻ്റെ പ്രശ്നങ്ങൾ ഇതിനകത്ത് അനുഭവിക്കാറുണ്ട്. അതായത് ഹൈപ്പോ അസിഡിറ്റിയാണ് മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നത്. അന്നേരം നമ്മൾ നോക്കേണ്ടത് വൈറ്റമിൻ B12, അതുപോലെ തന്നെ അയൺ പ്രൊഫൈല്. ഇത് ചില സമയത്ത് ഈ ഒരു സമയത്ത് അവർക്ക് ഭയങ്കരമായ ബ്ലീഡിങ്ങും ഒക്കെ കാര്യങ്ങളും കൊണ്ട് തന്നെ ഇവരുടെ ഹീമോഗ്ലോബിൻ്റെയും ഫെറിറ്റിൻ്റെയും അളവ് കുറയുന്നത് മൂലം അതും മുടികൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ആവാറുണ്ട്. ഒരു ചെറിയ സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും കിതപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള അനീമിയ നിങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. പിന്നെ വരുന്ന വൈറ്റമിൻ സി, കാൽഷ്യം, ഇതെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് വാതസംബന്ധമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോയിൻറ്റ് പെയിൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ മാഗ്നീഷ്യം, കാൽഷ്യം, വൈറ്റമിൻ ഡി ഒരുപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മൂല കാരണത്തിലേക്ക് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വജൈനൽ ഇൻഫെക്ഷൻ, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ IgE എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ബ്ലഡിലുള്ള അലർജിയുടെ ലെവൽ എത്രയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാം. ഇനി ഇതിൻ്റെ സൊല്യൂഷൻസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതായത് ഇതെല്ലാം ഞാൻ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു, ഇതിൻ്റെ സിംറ്റംസ് എല്ലാം പറഞ്ഞു, പല രീതിയിലുള്ള മൂഡ് വേരിയേഷൻസും ഇതൊക്കെ കാരണം നിങ്ങളുടെ ഹോർമോൺസ് ആണെന്ന് തിരിച്ചറിയുക. ഫാമിലി അല്ലെങ്കിൽ പാർട്ട്ണർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഈ സമയത്ത്. ഈ വീഡിയോ കാണുന്ന എല്ലാ ഫാമിലീസും നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ ഈ ഒരു മെനോപോസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവരുടെ ഒരു ഏജ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ അതിന് വേണ്ടിയിട്ടുള്ള യോഗയിലേക്കും എക്സസൈസിലേക്കും നിങ്ങൾ വിടാനായിട്ട് കുറച്ച് സമയം അവർക്ക് കൊടുക്കുക. അതുകൂടാതെ അവരുടെ എല്ലാ ബ്ലഡ് റൂട്ടീൻ ടെസ്റ്റിന് നിങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുക.
അതിനുശേഷം നല്ല രീതിയിലുള്ള ഗുഡ് ഫുഡ് അവർ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നുകൊണ്ടിരിക്കണം. പക്ഷെ ഒരിക്കലും അവർ കഴിച്ചോ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറില്ല. അമ്മ കഴിച്ചോ അല്ലെങ്കിൽ നീ കഴിച്ചോ എന്ന് ഭർത്താവും ചോദിക്കാറില്ല. അവർ നല്ല ഫുഡാണോ കഴിക്കുന്നത് അതോ നിങ്ങളുടെ വേസ്റ്റാണോ അവർ കഴിക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുക. നല്ല ഫുഡ്, അവർ നല്ല ഗുഡ് ഫാറ്റ് സോഴ്സസ്, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് അവർക്ക് മേടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വെജിറ്റബിൾ സാലഡ്സ്, ഫ്രൂട്ട്സ്, നല്ല ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എമൗണ്ട് നന്നായിട്ട് കുറയ്ക്കുക. ഒരു നേരം വളരെ ലഘുവായിട്ട് നിങ്ങൾ റൈസോ മില്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക, എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക. കൂടാതെ സമ്പൂർണ്ണ ആഹാരമാണ് നിങ്ങൾക്കിപ്പോൾ വളരെ ആവശ്യമായിട്ട് വരുന്നത്. കൂടുതൽ പ്രോട്ടീനും കൂടുതൽ ഫാറ്റും കൂട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. ഇത് കൂടാതെ യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസ് നിങ്ങളെ മാനസികമായിട്ടുള്ള ആരോഗ്യം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡയറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സസൈസും വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒന്നും ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മൂലമന്ത്രങ്ങൾ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിനെ ഒരു പേടിയോടെ ഇനി ആരും കാണരുത്. ഇതിനെ സുഖമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് എല്ലാ സ്ത്രീകളും കടന്നു പോകേണ്ട ഒരു വഴി തന്നെയാണ്. അപ്പോൾ അതിനെ പേടിക്കാതെ ഇനി വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇതിനെ നമ്മൾ ഫേസ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി ഇനിയും കാണാം.